അമ്മ ഇങ്ങനെ തല്ലാൻ തുടങ്ങുമ്പോഴേക്കും സിനിമയിൽ മീനയും ഫിലോമിനയുടെ ഒക്കെ പോലെ മുടിയൊക്കെ ചപ്ര ചിപ്രയായിട്ട് അങ്ങനെയാണ് തല്ലുക. മനസ്സിലായി. കൊച്ചിനെ വടംവലി വടമായിട്ട് ഉപയോഗിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട്. എന്നിട്ട് കൈ കിട്ടേണ്ട 2 ദിവസം മുഴുവൻ അമ്മയുടെ മോശം കാര്യങ്ങൾ പൊലിപ്പിച്ചും കഥയുണ്ടാക്കിയും കൊച്ചിനെ ഫീഡ് ചെയ്യും. ജോൺ, നീ എനിക്ക് പ്രിയപ്പെട്ട മോനാണ്, പക്ഷെ നീ ചെയ്ത പ്രവൃത്തി ഈസ് നോട്ട് ഗുഡ് ഇനഫ്. You have done so many things well. You can enumerate the good things he has done in the past. Nee adu cheyidu, I was so happy. Nee idu cheyidu, I was so happy. And you are a wonderful child. But this particular behavior, you should remember that this is not an ideal behavior. പാരന്റിങ്ങിൽ തന്നെ 2 തിയറീസ് നമ്മൾ ജനറലി കാണാറുണ്ട്. ഒന്ന്, കുട്ടികളെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് ബാക്കി പ്രശ്നങ്ങളൊന്നും അറിയിക്കാതെ വളർത്തി കൊണ്ടുവരിക എന്നൊരു ലൈൻ ഓഫ് തിങ്കിങ് ഉണ്ട്. 2, എല്ലാം അറിഞ്ഞ് നാച്ചുറലി എല്ലാം അറിഞ്ഞ് തന്നെ അവർ വളർന്നു വരട്ടെ എന്നുള്ളൊരു തിങ്കിങ് ഉണ്ട്. ഇത് കുട്ടികൾ പറയുന്ന അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ ഭയങ്കര സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റോടുകൂടി വളർന്നു വരുന്ന കുറച്ച് കുട്ടികളുണ്ട്, അല്ലാത്ത കുട്ടികളും ഉണ്ട്. ഇതിലൊക്കെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താ പറയുക ഡോക്ടർ? സിത്താര, ഇതിൽ ഓരോ കുട്ടിയും ആ കുട്ടി വളർന്നു വരുന്ന ബാക്ക്ഗ്രൗണ്ടും ആ കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫൈലും ആ കുട്ടിയുടെ ഒരു ടെമ്പറമെൻ്റൽ ട്രേറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഹാസ് ടു ബി ടൈലേർഡ് മെയ്ഡ് ഫോർ ദ ചൈൽഡ് അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പോകാനായിട്ട്. ജനറലായിട്ട് പറയുന്ന നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. എന്തും കുട്ടിക്ക് നമ്മളോട് പറയാൻ പറ്റുന്ന, ഇഫ് ഐ ഹാവ് എ ക്രഷ്, അത് വന്നിട്ട് അമ്മ എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ള രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ലെവൽ വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ ചൈൽഡ് സെക്സ് അബ്യൂസ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു. യു നോ യുവർ ചൈൽഡ്. മനസ്സിലായില്ലേ? നോയിങ് യുവർ ചൈൽഡ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിന് സമയം വേണ്ടി വരും. അതിൽ ഇപ്പോൾ ചിലർ ഭയങ്കര ഹയറാർക്കിക്കലാവണം, ഫാദറായിട്ടിരിക്കണം, മദറായിട്ടിരിക്കണം, കുട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത് തിങ്സ്. ഐ മീൻ, യു വിൽ ഹാവ് ടു ബി ഡെമോക്രാറ്റിക്, യു വിൽ ഹാവ് ടു ബി അറ്റ് ടൈംസ് ബിക്കം എ ലിറ്റിൽ ഹയറാർക്കിക്കൽ. അതൊരു ആർട്ടാണ്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ സിറ്റുവേഷൻസ് യു വിൽ ഹാവ് ടു ചേഞ്ച്. പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളീ പറഞ്ഞിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ലോ ആയിരിക്കുന്ന സമയത്ത് യു ഷുഡ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇസ് ദർ എനിത്തിങ് യു വാണ്ട് ടു ടെൽ മീ എന്നുള്ള ആ ഒരു ലെവലിലുള്ളൊരു സ്പേസ് വേണം. ആൻഡ് യു വിൽ ഹാവ് ടു ഗ്രോ വിത്ത് ദ ചൈൽഡ്. മനസ്സിലായില്ലേ? 1 വയസ്സുള്ള കുട്ടിയുടെ അതേ പ്ലെയിനിലേക്ക് നമ്മൾ താന്നിട്ട് ഓരോ പ്രായത്തിലും നമുക്ക് റീബോൺ ആവാനും ഗ്രോ ചെയ്യാനുമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളൊരിക്കലും 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുള്ള അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാളായിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. യു വിൽ ഹാവ് ടു ട്രാവൽ ത്രൂ ദെയർ ഏജ്. നമ്മളെപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രഷർ ഹണ്ടാണ്. ട്രഷർ ഹണ്ടിൽ യു വിൽ ഗെറ്റ് ക്ലൂസ് ഹിയർ ആൻഡ് ദെയർ. ആ ക്ലൂസ് നോക്കിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുക, ആ ക്ലൂ നോക്കിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുക. അതുപോലെ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഈ ട്രഷർ ഹണ്ടിന് വേണ്ടിയിട്ടുള്ള ക്ലൂസ് തന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ആ ക്ലൂസ് മേ ബി എ പീസ് ഓഫ് ബിഹേവിയർ വിച്ച് ടെൽസ് വാട്ട് ദ ചൈൽഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ, ഓർ മേ ബി വാട്ട് ദ ചൈൽഡ് ഈസ് പുട്ട് ഓഫ് വിത്ത്. അങ്ങനെയുള്ള ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ട് അതുവഴിയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി യു റീച്ച് ദെയർ ടു നോ യുവർ ചൈൽഡ്. ക്ഷമ വേണം. അതാണ് നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള ഇംപേഷ്യൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. നമുക്ക് ക്ഷമ വേണ്ടി വരും. വിൽ ഹാവ് ടു ബി I mean, there are situations where you become angry. Be honest with them. Tell that I am angry with you. You also will have to help me to probably resolve my anger. ആ രീതിയിലേക്ക് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. യു ഹാവ് ടു ബി 100% ഓണസ്റ്റ്. ആൻഡ് വാട്ട് എവർ യു വാണ്ട് യുവർ ചൈൽഡ് ടു ഡു, യു ഓൾസോ വിൽ ഹാവ് ടു ബി എ റോൾ മോഡൽ. I mean, don't expect your child to probably be totally different from you in certain things. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഇറ്റ്സ് എ സ്ട്രെസ്. മോഡേൺ ഡേ പാരൻറ്റിങ് ഹാസ് ബിക്കം റിയലി സ്ട്രെസ്ഫുൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടായിരുന്നെങ്കിൽ കുട്ടി വീട്ടിൽ നിന്ന് പോയി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? കുട്ടി വഴിയിൽ ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ദർ വിൽ ബി at least 2 persons telling that
കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കൊച്ച് ഒരാളുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. നൗ ഇറ്റ് ഈസ് എമിനൻ്റ്ലി പോസിബിൾ ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഈ പിള്ളേർ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്കൊരു പിടിയില്ല. മനസ്സിലായി? അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടി വരും. ആൻഡ് വിൽ ഹാവ് ടു ബി ലോട്ട് മോർ ഓപ്പൺ ആൻഡ് പ്രോബ്ലി ട്രീവിയലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നീ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർത്തമാനം ഇപ്പോൾ നടക്കില്ല. Your idea is well taken. You have a right to talk about this. Let me try to understand എന്നുള്ള പ്ലെയിനേ പറ്റുള്ളൂ. 10 വയസ്സുള്ള കുട്ടി നീയാണോ ഇത് പറയണേ എന്നുള്ള രീതിയിലുള്ള വർത്തമാനത്തിനൊന്നും മോഡേൺ ഡേ പാരൻറ്റിങ്ങിന് യാതൊരു പ്ലേസും ഇല്ല. 10 വയസ്സുള്ള കുട്ടിയും ഈസ് മോർ നോളജബിൾ ദാൻ യു ഓൺ സോ മെനി തിങ്സ്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ലെവലിൽ പോലും നമ്മൾ ആ ഒരു ഇത് കൊടുക്കേണ്ടി വരും. ആൻഡ് പ്ലസ് ഒരുപാട് അവന്യൂസ് ഉണ്ട്. ദേ നോ ലോട്ട് മോർ തിങ്സ്. ദേ ഗെറ്റ് ഇൻ ടു ലോട്ട് മോർ തിങ്സ്. ഈ വെബ് സീരീസ് ഇപ്പോൾ ഹൂ കനോട്ട് ആക്സസ് ടു നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇപ്പം സെക്ഷുവാലിറ്റിയുടെ തീംസൊക്കെ ഇങ്ങനെ ചറപറ വരികയാണ്. അതിലൊന്നും ഒരു ചെക്കും ഇല്ല. അപ്പം യു ഹാവ് ടു സ്റ്റാർട്ട് ഏർലി പ്രോബ്ലി ഇൻ ഓറിയൻറ്റിങ് ചിൽഡ്രൻ അബൌട്ട് sexuality and what you are supposed to do, what you are not supposed to do, which is right, which is wrong. You will have to start discussing the web series. You will have to start discussing the media. You will have to even discuss certain news that is coming. And അതിൽ ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് റൈറ്റ് ആക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഇതിൽ എനിക്ക് തോന്നുന്നു വാല്യൂ എഡ്യൂക്കേഷൻ ഹാസ് ടു ഷിഫ്റ്റ് ഇൻ എ ടോട്ടലി ഡിഫറെൻറ്റ് ഡയറക്ഷൻ നൗ. ഈ എക്സ്പോഷർ കുട്ടികൾക്ക് വളരെയധികമാണ്. പണ്ടുള്ളതിൻ്റെ 10-100 ഇരട്ടിയോ എക്സ്പോഷറാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. അതനുസരിച്ചിട്ട് ഈ കുട്ടികളുടെ ബ്രെയിൻ വയറിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, അതോ നമുക്കുണ്ടായിരുന്ന അതേ ബ്രെയിൻ ആണ്? അല്ലല്ല, ബ്രെയിൻ വയറിങ്ങിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിസിറ്റി അല്ല, ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അതിൻ്റെയൊക്കെ സ്റ്റഡീസ് വരുന്നുണ്ട്. ലൈക്ക് ഒരുപാട് ഡിജിറ്റലി ഫെഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാകാവുന്ന പ്രോബ്ലംസ്, ഈ അറ്റൻഷൻ ഡെഫിസിറ്റ്സിൻ്റെ ഇഷ്യൂസ് എല്ലാം വരാം എന്നുള്ളതുണ്ട്. സോഷ്യൽ കണക്ടിവിറ്റി കുറയുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം പലപ്പോഴും ഈ ഡിജിറ്റൽ വേൾഡ് കയറുന്നത് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് സോഷ്യലൈസേഷനാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷനും അല്ലെങ്കിൽ അതുപോലത്തെ റെസ്പോൺസിബിളായിട്ടുള്ള അക്കാഡമിക് ഓർഗനൈസേഷൻസ് എല്ലാം 2 വയസ്സ് വരെ നോ സ്ക്രീൻ, അത് കഴിഞ്ഞാൽ 1 hour എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് വരുന്നത് അതുകൊണ്ടാണല്ലോ. ബിക്കോസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പാക്റ്റ് ഓൺ ദ ബ്രെയിൻ ഓൾസോ. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഉടനെ വടിയെടുത്തിട്ട് ഇതിങ്ങനെ പറയുന്നു, നീ 1 മണിക്കൂറേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാൻ പറ്റില്ല. ദർ ഇസ് എ മെത്തേഡ് ഓഫ് പ്രോബ്ലി ഹാൻഡ്ലിങ് ഈ ചൈൽഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഫിസിക്കൽ പണിഷ്മെൻറ്റിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അവയർനെസ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ അടക്കം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നല്ലോണം അടികൊണ്ട് വളർന്നിട്ടുള്ളവരായിരിക്കണം. എന്നാൽ ഇന്നത്തെ തലമുറ ഈ അടിയൊന്നും കൊള്ളാതെ വേറൊരു രീതിയിൽ വളർന്നു വരുന്ന ഒരു തലമുറയാണ്. ഈ അടിക്കെതിരെ നമ്മളൊക്കെ അടി കൊണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു ഈ അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണേണ്ട കാര്യമുണ്ട്. ഒരു ഫിസിക്കൽ പണിഷ്മെന്റിന് അത്ര മോശം കാര്യമാണോ ഒരു തെറ്റ് ചെയ്ത ഒരു കുട്ടിയെ അടിക്കുക എന്ന് പറയുന്നത്? അല്ല, ഇതിൽ വരണ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ അടി കൊണ്ട കാലത്ത് വി ഹാഡ് വെരി ഇൻറ്റിമേറ്റ് ബോണ്ടിങ് വിത്ത് ദ പേഴ്സൺ ഹു ഹാവ് പണിഷ്ഡ് us. They had given us space for communication also. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനൊന്നും സമയമില്ല. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ രീതിയിൽ, അതായത് എന്തിനാ തല്ലണമെന്ന് പോലും അറിയാതെ നമ്മുടെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തല്ലൽ എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. കാരണം തല്ലൽ നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ആങ്കർ ടുവേർഡ്സ് ദ ചൈൽഡ് ആണെങ്കിൽ അത് ഭയങ്കര ദോഷമാണ്. കറക്റ്റീവ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഊട്ടിയാൽ പോലും അവൻ അതിൻ്റെ ലെസൺ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഓവറോൾ ഇമോഷണൽ ക്ലൈമറ്റ് എന്ത് എന്നുള്ളതിലാണ് ഈ തല്ലലിൻ്റെ കറക്റ്റീവ് വാല്യൂ സെറ്റാവുന്നത്. അല്ലെങ്കിൽ ഇത് ഹോസ്റ്റിലിറ്റി മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഒരു കാലത്തും നമ്മുടെ കുട്ടിയെ നല്ലത് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുകയും കുട്ടിയായിട്ട് അവന് ആഗ്രഹമുള്ള സമയത്ത് അവനുമായിട്ട് കളിക്കുകയോ അവനുമായിട്ട് വർത്തമാനം പറയുകയോ കഥ പറയുകയോ അല്ലെങ്കിൽ
അവന് പ്ലീസിങ് ആയിട്ട് നമ്മുടെ പ്രസൻസ് തോന്നുന്ന രീതിയിൽ സ്പെൻഡ് ചെയ്യുകയോ ചെയ്യാത്തൊരു പേരൻറ്റ് ഒരു ഇഷ്യൂ വരുമ്പോൾ വടിയായിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പം അത് വലിയ പ്രശ്നമുണ്ട്, മനസ്സിലായി? ഈവൻ സ്കൂൾ ഓൾസോ ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ ഒരു ലൈഫ് സ്കിൽ ഡേ നടത്താൻ പോയി. അതായത് ഈ ലൈഫ് സ്കിൽ ഇതിൻ്റെ തന്നെ ഒരു ഡേയിൽ സയൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു മോഡൽ ഇവോൾവ് ചെയ്യാൻ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു പഴയ പ്രിൻസിപ്പലാണ്. പുള്ളി പറഞ്ഞു, ഡോക്ടറെ ഇതൊക്കെ ഭയങ്കര വേസ്റ്റാണ്, നിങ്ങളെല്ലാം കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആ വടി ഞങ്ങൾക്ക് തിരിച്ചു തരൂ, ഞങ്ങൾ മൊത്തം ഇവരെ ശരിയാക്കി കളയാം, വെറുതെ ഈ ദിവസമൊക്കെ എന്തിനാ കളയുന്നത് ചോദിച്ചു. Remember that principal when he retired became a principal of a public school, CBSE school. അപ്പോൾ അങ്ങനെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടാണ്. ഏത് ഡിസിപ്ലിനിങ്ങും ഏത് ശിക്ഷാ നടപടികളും അത് നൽകപ്പെടുന്ന ഇമോഷണൽ ക്ലൈമറ്റിലാണത് ശിക്ഷാ നടപടി ആവുന്നോ അതോ ഒരു ഹോസ്റ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ടൂളാവുന്നോ എന്നുള്ളത് നിശ്ചയിക്കുക. നമ്മുടെ പല പേരൻസിനും നേരെയില്ലാത്ത സമയത്ത് ഒരു ഷോർട്ട് കട്ടായിട്ട് അവരുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നിടത്താണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ആ ജുഡീഷ്യസ് യൂസേജ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവിടെയാണ് അടി വേണ്ട. യു ലുക്ക് ഫോർ അതർ സൈക്കോളജിക്കലി മോർ എഫക്റ്റീവ് ടൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ പലപ്പോഴും നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ആ ജുഡീഷ്യസ്നെസ് ഉണ്ടാവില്ല. പണ്ടൊരു കുട്ടീനെ കൊണ്ടുവന്നു, 8-9 വയസ്സുള്ള ചെക്കൻ, സ്മാർട്ട് പയ്യൻ. അമ്മ കൊണ്ടുവന്നിട്ട് ഭയങ്കര അനുസരണക്കേടവന്, ഭയങ്കര അനുസരണക്കേടായിട്ട് അമ്മയാണെങ്കിൽ തല്ലി അവനെ വശം കെടുത്തിയാണ്. അവസാനം ആരോ പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചിനോട് ഞാൻ ചോദിച്ചേ, എന്തിനാ മോനെ ഇങ്ങനെ അടിക്കണേ? അവൻ സ്മാർട്ടായിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അറിഞ്ഞുകൂടാ അമ്മ എന്തിനാ അടിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും പാടുണ്ടല്ലോ. അതിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അമ്മ ചാടി മുറ്റത്ത് നിൽക്കണ ഒരു ചെടിയുടെ കമ്പ് അങ്ങോട്ട് ഒടിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിക്കും. അറ്റ് നോ പോയിൻ്റ് ഓഫ് ടൈം. അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ അത്യാവശ്യം സുന്ദരിയാണ്. അമ്മ ഇങ്ങനെ തല്ലാൻ തുടങ്ങുമ്പോഴേക്കും സിനിമയിൽ മീനയും ഫിലോമിനയുടെ ഒക്കെ പോലെ മുടിയൊക്കെ ചിപ്രയായിട്ട് അങ്ങനെയാണ് തല്ലുക, മനസ്സിലായി? അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരിക്കൽ പോലും മോനെ തല്ലുമ്പം മോനെ എന്തിനാ തല്ലുന്നതെന്ന് അമ്മ പറഞ്ഞിട്ടില്ല? അതൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ അങ്ങ് ചാടിത്തല്ലും. നോട്ട് ഈവൻ എ വേർഡ് അട്ടേർഡ് അബൌട്ട് വേർ ദിസ് ചൈൽഡ് വെന്റ് റോങ്. ഏതൊരു ശിക്ഷണ നടപടിയിലും ഏറ്റവും പ്രധാനപ്പെട്ടുള്ള തത്വം അത് നമ്മുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യാനുള്ള ടൂളല്ല, ഒക്കേഷനല്ല. ഇറ്റ് ഈസ് എ കറക്റ്റീവ് പ്ലെയിൻ വേർ യു വിൽ ഹാവ് ടു ഡിസ്കസ് വിത്ത് ദ ചൈൽഡ് ദാറ്റ് ലുക്ക് ദിസ് ഇസ് an undesired behavior from your side and you will have to face a consequence. I am giving you a consequences so that you remember that this behavior will bring a negative consequence if you repeat this. അത് സമാധാനമായിട്ട് ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എടുത്ത് ചാടി ബഹളം കൂട്ടി ചെയ്യേണ്ട കാര്യമല്ല. Have you done this? No. Many parents are like that. ഒരിക്കലും സമാധാനമായിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ ഡിസ്കഷനില്ല. ആൻഡ് വാട്ട് ക്യാൻ ബി ദ കോൺസിക്വൻസസ് ദാറ്റ് ക്യാൻ ബി സെറ്റ് ഇൻ? തല്ലണം എന്നില്ല. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടെലിവിഷൻ ഷോ ഒരു 2 ദിവസത്തേക്ക് ഒഴിവാക്കിയാൽ മതി. അവന് ഏറ്റവും പ്രിയം പുറത്തു പോയി കളിക്കണമെങ്കിൽ ഒരു 3 ദിവസം അവനെ കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഹീൽ റിമെമ്പർ സംതിങ് ഹീ ലൈക്സ്, സംതിങ് ഹീ സോർട്ട് ഓഫ് ലോങ്സ് ടു ഡു. 2 ദിവസത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ മോനെ ഇത് 2 ദിവസത്തേക്ക് നിനക്ക് തരണ്ടില്ല, നീ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. There is no ill feeling and you will have to separate the act and the child. ഇതെന്താ പറ്റുമെന്ന് വെച്ചാൽ, ഒരു കുരുത്തക്കേട് ഒരു ചെക്കൻ കാണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ തലവെട്ടം കണ്ടതിന് ശേഷമാണ് ഈ തരം പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്നത്, നീ ഒരു ഭയങ്കര കുരുത്തം കെട്ടവനാണ്, തല തെറിച്ചവനാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ബ്രാൻഡ് ചെയ്യും ആസ് എ ബാഡ് പേഴ്സൺ. യു സെപ്പറേറ്റ്. ജോൺ, നീ എനിക്ക് പ്രിയപ്പെട്ട മോനാണ്, പക്ഷെ നീ ചെയ്ത പ്രവൃത്തി ഈസ് നോട്ട് ഗുഡ് ഇനഫ്. You have done so many things well. You can enumerate the good things he has done in the past. Nee adu cheyidu, I was so happy. Nee idu cheyidu, I was so happy. And you are a wonderful child. But this particular behavior, you should remember that this is not an ideal behavior. So I am going to set a consequence.
you will not play for 2 days. Bas, that is the greatest punishment. അതേപോലെ ഡോക്ടർ ഒരു സംശയം കൂടി, ഡിവോഴ്സ് റേറ്റ്സ് ഒരു ഡിവോഴ്സിനെ പല രീതിയിൽ നോക്കി കാണാൻ പറ്റും. ഒന്ന്, ചിലർ ഡിവോഴ്സ് ഒരു വളരെ മോശം കാര്യമാണെന്നും അതൊരു രോഗാതുരമായ സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഡിവോഴ്സ് അതേസമയം ഒരു വിമൻ എംപവർമെന്റിന്റെ ഒരു സൂചന കൂടിയാണ്. ഈ ഡിവോഴ്സ് കുട്ടികളെ വളരെ മോശമായി എഫക്ട് ചെയ്യുന്നു എന്നൊരു പൊതുവെ കരുതുന്നുണ്ട്. എന്നാൽ അതർ സൈഡ് പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നും വഴക്കൂടിയിരിക്കുന്ന ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കൂടെ വളരുന്ന കുട്ടികൾ. ഇത് ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്? അല്ല, ഇതിലൊരു സംശയമില്ല. ഒരു സൈക്കോളജിക്കലി ബ്രോക്കൺ മാരേജിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഫിസിക്കലി ബ്രോക്കൺ മാരേജ് തന്നെയാണ്. ദർ ആർ ഇൻഡിക്കേഷൻസ് വെയർ ഡിവോഴ്സ് ഹാസ് ടു ബി പ്രിസ്ക്രൈബ്ഡ് ടു സർട്ടൻ കപ്പിൾസ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ല നല്ലത്, നിങ്ങൾ വേർപെടുന്നത് തന്നെയാണ് നല്ലത്, ഫോർ യുവർ ഓൺ ഗുഡ് ആൻഡ് ഫോർ യുവർ ചിൽഡ്രൻസ് സേക്ക് ഓൾസോ. ബട്ട് പാരൻ്റൽ റെസ്പോൺസിബിലിറ്റിയിൽ തല്ലുകൂടാൻ പാടില്ല. യു വിൽ ഹാവ് ടു ബി എ റെസ്പോൺസിബിൾ പാരൻസ് ദെയർ ആഫ്റ്റർ ഓൾസോ. നമ്മുടെ നാട്ടിലൊരു കൾച്ചറിൽ വരുന്നൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവോഴ്സോ മാരിറ്റൽ സെപ്പറേഷനോ വരുന്ന സന്ദർഭങ്ങളിൽ ദേ സ്റ്റാർട്ട് യൂസിങ് ചിൽഡ്രൻ ആസ് ടൂൾസ്. കൊച്ചിനെ കാണിക്കില്ല, ഈ രീതിയിൽ കൊച്ചിനെ വടമായിട്ട് ഉപയോഗിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട്. എന്നിട്ട് കൈ കിട്ടേണ്ട 2 ദിവസം മുഴുവൻ അമ്മയുടെ മോശം കാര്യങ്ങൾ പൊലിപ്പിച്ചും കഥയുണ്ടാക്കിയും കൊച്ചിനെ ഫീഡ് ചെയ്യും. തിരിച്ചു ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭയങ്കരമായിട്ട് ഇവിടുന്ന് ഫീഡ് ചെയ്യും. ആ ഒരു കൾച്ചർ ശരിയാവില്ല.